ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 17. അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം ഭൂതഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. വിവർത്തനം. ഓരോ ജീവിയിലും വെവ്വേറെ കാണപ്പെടുന്നുവെങ്കിലും പരമാത്മാവ് അവിഭാജ്യനാണ്, ഏകനായി സ്ഥിതി ചെയ്യുന്നു. ഭൂതജാലത്തെ നിലനിർത്തുന്നതോടൊപ്പം സംഹരിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അദ്ദേഹമാണ് എന്ന് മനസ്സിലാക്കണം. ഭാവാർത്ഥം: ഭഗവാൻ പരമാത്മരൂപേണ ഓരോരുത്തരുടെ ഹൃദയത്തിലും വാഴുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്വയം ശിഥിലീകരിച്ചു എന്ന് പറയാനാകുമോ? ഇല്ല, വാസ്തവത്തിൽ അദ്ദേഹം ഏകനാണ്. ഒരു ഉദാഹരണം സൂര്യനത്രേ. ഉച്ചസ്ഥനാവുമ്പോൾ സൂര്യൻ നമ്മുടെ തലയ്ക്കു മുകളിലാണെന്ന് പറയാറുണ്ട്. എന്നാൽ 5000 നാഴിക ദൂരം എല്ലാ ദിക്കിലേക്കും സഞ്ചരിച്ചാലും സൂര്യൻ എവിടെയെന്ന ചോദ്യത്തിന് സ്വന്തം ശിരസിന് മുകളിൽ എന്ന് തന്നെയായിരിക്കും എല്ലാവരുടെയും ഉത്തരം. സമഗ്രതയോടെ ഇരിക്കത്തന്നെ ശകലിതമായി തോന്നുന്നതിനെ വൈദിക സാഹിത്യം ഉദാഹരണമായി എടുത്തുകാട്ടുന്നുണ്ട്. സൂര്യൻ ഓരോ സ്ഥലത്തും അനേകം പേർക്ക് പ്രത്യക്ഷീഭവിക്കുന്നത് പോലെ ഒരു വിഷ്ണുവും തൻ്റെ വൈഭവത്താൽ പലയിടത്തും അസംഖ്യം പേർക്ക് പ്രത്യക്ഷനാകുന്നുവെന്ന് പറയപ്പെടുന്നു. ആ പരമപുരുഷൻ സകല ജീവജാലങ്ങളെയും നിലനിർത്തുന്നു. എന്നാൽ പ്രളയകാലത്ത് എല്ലാറ്റിനെയും സംഹരിക്കുന്നതും അവിടുന്ന് തന്നെ. കുരുക്ഷേത്രത്തിൽ ഒത്തുചേർന്ന യോദ്ധാക്കളെയെല്ലാം താൻ ഗ്രസിക്കാൻ പോകുന്നുവെന്ന് 11-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. കാലസ്വരൂപിയായി സംഹാരക്രിയ നടത്തുമെന്നും കൃഷ്ണൻ പറയുന്നുണ്ട്. സംഹാരകനെന്ന നിലയ്ക്ക് സർവഭൂതങ്ങളെയും അദ്ദേഹം നശിപ്പിക്കുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ എല്ലാ രൂപങ്ങളെയും പൂർവസ്ഥിതിയിലാക്കുകയും പ്രളയകാലത്ത് സംഹരിക്കുകയും ചെയ്യുന്നു. ജീവാത്മാക്കൾക്കെല്ലാം ഉദ്ഭവസ്ഥാനവും വിശ്രമ സങ്കേതവും അദ്ദേഹമത്രേ. അവ സൃഷ്ടിക്കു ശേഷം ഭഗവാന്റെ സർവശക്തിയിൽ അഭയം തേടുന്നു. പ്രളയത്തിനു ശേഷവും അദ്ദേഹത്തിൽ വിശ്രമം കൊള്ളുന്നു. വേദസൂക്തങ്ങൾ ഇപ്രകാരം ഇവയെ സ്ഥാപിക്കുന്നു: യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭി സംവിശന്തി തദ് ബ്രഹ്മ തദ്വിജിജ്ഞാസസ്വ എന്ന് തൈത്തിരീയോപനിഷത്ത് 3:1 പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.